ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 6 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 98 നിഷ്കള ബ്രഹ്മോപാസന ശ്ലോകം 6. സത്വേന സത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപാ ധത്തേയാസാവവിദ്യ ഗുണഫണിമതിവത് വിശ്വദൃശ്യാവഭാസം. വിദ്യാത്വം സൈവ യാതാ ശ്രുതിവചനലവൈര്യത്കൃപാസ്യന്തലാഭേ സംസാരാരണ്യസദ്യസ്തൃടന പരശുതാമേതി തസ്മൈ നമസ്തേ. അർത്ഥം: സത്വേന സത്വം കൊണ്ടോ, അസത്തയാ വാ അസത്തുകൊണ്ടോ, സദസത്വേന സത്ത കൊണ്ടും അസത്തുകൊണ്ടുമോ, നച്ച നിർവാച്യ രൂപ ഖലു നിർവചിക്കാൻ കഴിയാത്ത രൂപത്തോടു കൂടിയവനായി, യാതൊരു, അസൗ ഈ, അവിദ്യ അവിദ്യയുണ്ടോ, ഗുണഫണിമതിവത് കയറിൽ പാമ്പെന്ന ബുദ്ധി പോലെ, വിശ്വദൃശ്യാവഭാസം വിശ്വത്തിലെ ദൃശ്യങ്ങളിലെല്ലാം ഉണ്ടാകുന്ന അഹംബോധം, ധത്തെ വഹിക്കുന്നു, സ ഏവ അതുതന്നെ, യത് കൃപാസ്യന്തലാഭേ യാതൊരു ഭവത്കൃപയുടെ ഒഴുക്കു ലഭിക്കുമ്പോൾ, ശ്രുതിവചനലവൈ ഉപനിഷദ് വാക്യശകലങ്ങൾ കൊണ്ട്, വിദ്യാത്വം വിദ്യയെ, യാത പ്രാപിച്ചു, സംസാരാരണ്യസദ്യസ്തൃടന പരശുതാം സംസാരമാകുന്ന കാടിനെ പെട്ടെന്ന് മുറിക്കുന്നതിന് കോടാലി എന്ന അവസ്ഥയെ, ഏതി പ്രാപിക്കുന്നു, തസ്മൈ അങ്ങനെയിരിക്കുന്ന, തേ അങ്ങേക്കായിക്കൊണ്ട്, നമ നമസ്കാരം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സത്വേനാസത്തയാ വാ ന ച ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സത് അസത്വേന നിർവാച്യരൂപ ധത്തെ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. യാസൗ അവിദ്യ ഗുണഫണിമതിവത്, ഫണി ഫ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിശ്വദൃശ്യാവഭാസം, ഫ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിദ്യാത്വം സൈവ, സ ഏവ അതാണ് സൈവ, യാതാ ശ്രുതിവചന ലവൈർ യത് കൃപാ സ്യന്തലാഭേ, ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സംസാരാരണ്യ സദ്യ സ്തൃടന പരശുതാം ഏതി തസ്മൈ നമസ്തേ. സത്വേനാസത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപാ ധത്തേയാസാവവിദ്യ ഗുണഫണിമതിവത് വിശ്വദൃശ്യാവഭാസം. വിദ്യാത്വം സൈവ യാത ശ്രുതിവചനലവൈര്യത് കൃപാസ്യന്തലാഭേ സംസാരാരണ്യസദ്യസ്തൃടന പരശുതാമേതി തസ്മൈ നമസ്തേ. 7ാമത്തെ ശ്ലോകം. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഖടശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ. സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വദ് വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. തത്വേ യഥാർത്ഥമായ തത്വം, സഞ്ചിന്യമാനെ ചിന്തിക്കുമ്പോൾ, ഭൂഷാസു അലങ്കാരങ്ങളിൽ, സ്വർണവത് സ്വർണം എന്ന പോലെ, ഖടശരമാവാദികേ കുടം ശരാവം മുതലായവയിൽ, മൃത്തികാവത് മണ്ണെന്ന പോലെയും, തേ അങ്ങയുടെ, തത് ആ, അദ്വിതീയം
അദ്വിതീയമായ വപു ശരീരം അധുന അപി ഇപ്പോഴും ഈ ലോകമുള്ളിടത്തോളം കാലം ജഗതി ലോകത്തിൽ സ്ഫുരതി ശോഭിക്കുന്നു. സ്വപ്നദ്രഷ്ടു സ്വപ്നം കാണുന്നവൻ പ്രബോധേ ഉണരുമ്പോൾ തിമിരലയവിധൗ ഇരുട്ട് നശിക്കുന്ന അവസരത്തിൽ ജീർണരജ്ജു ച ദ്രവിച്ച കയറിനെ കുറിച്ചുള്ള ഭ്രമം യദ്വത് എങ്ങനെ ഇല്ലാതാകുന്നു. തഥാ ഏവ അപ്രകാരം തന്നെ വിദ്യാലാഭേ അപി അറിവുണ്ടാകുമ്പോഴും സ്ഫുടം വ്യക്തമായി വികസേത് വികസിക്കും. തസ്മൈ അപ്രകാരമിരിക്കുന്ന തേ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭൂഷാസു ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്വർണവത് വാ ജഗതി ഖട ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശരൗ ആദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തത് അധുനാപ്യദ്വിതീയം അധുന ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അധുനാഭി അദ്വിതീയം എന്നാണ് ആ വാക്ക്. ചേർത്ത് ചൊല്ലുമ്പോൾ അധുനാപ്യദ്വിതീയം വപു സ്തേ സ്വപ്നദ്രഷ്ടു അവിടെ വിസർഗം. പ്രബോധേ ധേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തിമിര ലയവിധൗ ധൗ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ജീർണ രജ്ജോശ്ച യദ്വത് രജ്ജോ 2 ജ എന്നാണ്. യദ്വത് വിദ്യാലാഭേ ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തഥ ഏവ തഥൈവ സ്ഫുടം തഥൈവ എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്ഫുടം എന്നുള്ളതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഖടശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ. സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വത് വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. 8ാമത്തെ ശ്ലോകം. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തഥാന്യേ യദ്ഭീതാഃ പദ്മജാദ്യാഃ പുനരുചിതബലീനാഹരന്തേനുകാലം യേനൈവാരോപിതാഃ പ്രാങ്നിജപദമപി തേ ച്യാവിതാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമഃ പ്രണാമം. കൃഷ്ണ ഭഗവൻ സൂര്യ ആദിത്യൻ യത് ഭീത്യ യാതൊരുത്തനിൽ നിന്നുള്ള ഭയം കൊണ്ട് ഉദേതി ഉദിക്കുന്നു. ദഹന അഗ്നി ദഹതി ച ദഹിക്കുകയും ചെയ്യുന്നു. വായു കാറ്റ് വാതി വീശുന്നു. തഥ അപ്രകാരം പത്മജാദ്യ ബ്രഹ്മാവ് തുടങ്ങിയ അന്യേ പുന മറ്റുള്ള ദേവന്മാരും യത് ഭീത ആരിൽ നിന്നുള്ള ഭയം കൊണ്ടാണോ അനുകൂലം തക്ക സമയത്ത് ഉചിത ബലീൻ ഉചിതമായ പൂജകളെ ആഹരന്തേ നൽകുന്നു. തേ അവർ പ്രാക് മുമ്പ് നിജപദം തങ്ങളുടെ സ്ഥാനങ്ങളിൽ ഏന ഏവ യാതൊരുവനാൽ തന്നെ ആരോപിത അഭി നിയമിക്കപ്പെട്ടവരും പശ്ചാത് പിന്നീട് ച്യാവിതാര ച പുറം തള്ളപ്പെട്ടവരും വിശ്വം ലോകത്തെ നിയന്ത്രേ നിയന്ത്രിക്കുന്നു. തസ്മൈ ആ ഭവതേ അങ്ങേക്കായിക്കൊണ്ട് വയമപി ഞങ്ങളും പ്രണാമം നമസ്കാരത്തെ കുർമ ചെയ്യുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യത് ഭീതി ഉദേതി ചേർത്തിട്ട് യത് ഭീത്യോദേതി ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സൂര്യോ ദഹതി ച ദഹനോ വാതി വായു തഥാന്യേ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യത് ഭീതാ
നീട്ടിയിട്ട് വിസർഗം. പത്മജാദ്യ അവിടെ നീട്ടിയിട്ട് വിസർഗം. പുനർ ഉചിത ബലീൻ ആഹരന്തേ അനുകാലം ചേർത്ത് ചൊല്ലുമ്പോൾ ആഹരന്തേനുകാലം. ഏന ഏവ ആരോപിതാ നീട്ടിയിട്ട് വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ ഏനൈവാരോപിതാ പ്രാങ് നിജപദം അപി തേ ച്യവിതാരശ്ച പശ്ചാത്. തസ്മൈ വിശ്വം നിയന്ത്രേ വയം അപി ഭവതേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കൃഷ്ണ കുർമ്മ പ്രണാമം. കുർമ്മ അവിടെ വിസർഗമുണ്ട്. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തഥാന്യേ യദ്ഭീതാ പത്മജാദ്യാ പുനരുചിതബലീനാഹരന്തേനുകാലം. യേനൈവാരോപിതാ പ്രാങ് നിജപദമപി തേ ച്യവിതാരശ്ച പശ്ചാത്. തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ്മ പ്രണാമം. 9ാമത്തെ ശ്ലോകം. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിദം ത്ര്യക്ഷരസ്യൈകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരഭിനിഗമൈർഗീയമാനസ്വരൂപം. തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമാക്രാന്തവിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദൈർഭജേ ത്വാം. അർത്ഥം: ത്രിഗുണമയം ത്രിഗുണാത്മകമായ ഇതും ഈ ത്രൈലോക്യം ത്രിലോകങ്ങളും ഭാവയന്തം ഉണ്ടാക്കുന്നവനും ത്ര്യക്ഷരസ്യ 3 അക്ഷരങ്ങളുള്ള പ്രണവത്തിൻ്റെ ഏകവാച്യം ഒരേ ഒരു വാച്യാർത്ഥമായിരിക്കുന്നവനും ത്രീശാനാം 3 ഈശ്വരന്മാരുടെയും ഐക്യരൂപം ഏകരൂപമായിരിക്കുന്നവനും ത്രിഭി 3 നിഗമൈ അപി വേദങ്ങളാലും ഗീയമാനസ്വരൂപം പാടപ്പെടുന്ന രൂപവും തിസ്ര 3 അവസ്ഥകളെയും വിദന്തം അറിയുന്നവനും ത്രിയുഗജനിജുഷം 3 യുഗങ്ങളിലെയും ജന്മമെടുക്കുന്നവനും ത്രിക്രമാക്രാന്ത വിശ്വം 3 അടികൾ കൊണ്ട് കടന്നുപോയ ലോകത്തോടു കൂടിയവനും ത്രൈകാലിയെ 3 കാലങ്ങളിലും ഭേദഹീനം ഭേദമില്ലാത്തവനുമായ ത്വാം അങ്ങയെ അഹം ഞാൻ ത്രിഭി 3 യോഗഭേദങ്ങൾ കൊണ്ട് അനിശം ഭജെ എപ്പോഴും ഭജിക്കുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ത്രൈലോക്യം ഭാവയന്തം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്രിഗുണമയം ഇതും ത്ര്യക്ഷരസ്യൈക ക്ഷ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. വാച്യം ത്രീശാനാം ഐക്യരൂപം ത്രിഭിർ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അഭി നിഗമൈർ ഗീയമാന സ്വരൂപം. തിസ്ര അവസ്ഥ ചേർത്തിട്ട് തിസ്രോവസ്ഥ സ്ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിദന്തം ത്രിയുഗ ജനിജുഷം ത്രിക്രമാക്രാന്ത വിശ്വം ത്രൈകാല്യേ ഭേദഹീനം ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്രിഭിർ ഭി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. അഹം അനിശം യോഗഭേദൈർ ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭജേ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ത്വാം. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിദം ത്ര്യക്ഷരസ്യൈകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരഭിനിഗമൈർഗീയമാനസ്വരൂപം. തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമാക്രാന്തവിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദൈർഭജേ ത്വാം. 10ാമത്തെ ശ്ലോകം. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർനിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖിലഗുണഗണവ്യഞ്ജനാധാരഭൂതം.
നിർമൂലം നിർമ്മലം തം നിരവധി മഹിമോല്ലാസി നിർലീനമന്തർനിസ്സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. അർത്ഥം: സത്യം സത്യവും, ശുദ്ധം നിസ്സംഗവും, ഒന്നിനോടും ബന്ധമില്ലാത്തതും, വിബുദ്ധം കേവലബോധവും, നിത്യമുക്തം സദാമുക്തവും, നിരീഹം കർത്തൃത്വാദികളില്ലാത്തതും, നിർദ്വന്ദ്വം അദ്വൈതവും, നിർവികാര മാറ്റമില്ലാത്തതും, നിഖില ഗുണഗണവ്യഞ്ജനാധാരഭൂതം എല്ലാ ഗുണസമൂഹങ്ങളുടെയും പ്രകാശനത്തിനാധാരവും, നിർമൂലം കാരണമില്ലാത്തതും, നിർമ്മലം രോഗാദികളില്ലാത്തതും, നിരവധി മഹിമോല്ലാസി അനന്തമഹത്വം കൊണ്ട് ശോഭിക്കുന്നതും, നിസ്സംഗാനാം സംഘം ഏതുമില്ലാത്ത, മുനീനാം മുനിമാരുടെ അന്ത ഉള്ളിൽ, നിർലീനം ലയിച്ചിരിക്കുന്നതും, നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം സാദൃശ്യമില്ലാത്ത പരമാനന്ദം നിറഞ്ഞതും പ്രകാശത്തോടു കൂടിയതുമായ തവ അങ്ങയുടെ തത് ആ വപു ശരീരം ജയതി അതിശയേന വർത്തിക്കുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സത്യം, ശുദ്ധം, ധം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ വിബുദ്ധം എന്നുള്ളതിൻ്റെ ധം എന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ജയതി, തവ, വപുർ, നിത്യമുക്തം, നിരീഹം, നിർദ്വന്ദ്വം, നിർവികാരം, നിഖില, ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഗുണഗണവ്യഞ്ജനാധാരഭൂതം അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ഭൂ എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നിർമൂലം, നിർമ്മലം, തത്, നിരവധി, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മഹിമോല്ലാസി, നിർലീനം, അന്തർനിസ്സംഗാനം അതും ഒന്നിച്ച് ചൊല്ലണം. നിസ്സംഗാനം സാന്ന് രണ്ടെണ്ണുണ്ട്. മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. സത്യം, ശുദ്ധം, വിബുദ്ധം, ജയതി തവ വപുർനിത്യമുക്തം, നിരീഹം, നിർദ്വന്ദ്വം, നിർവികാരം, നിഖില ഗുണഗണവ്യഞ്ജനാധാരഭൂതം, നിർമൂലം, നിർമ്മലം, തന്നിരവധി മഹിമോല്ലാസി നിർലീനമന്തർനിസ്സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. അടുത്തത് 11ാമത്തെ ശ്ലോകം. ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിളത് ഷഷ്ടിപർവാഭിവീതം സംഭ്രാമ്യത് ക്രൂരവേഗം ക്ഷണമനുജഗദാച്ഛിദ്യ സന്ധാവമാനം. ചക്രം തേ കാലരൂപം വ്യഥയതു നതു മാം ത്വത്പദൈകാവലംബം വിഷ്ണു കാരുണ്യസിന്ധോ പവനപുരപദേ പാഹി സർവാമയൗഖാത്. അർത്ഥം: പവനപുരപദേ വിഷ്ണു, ഗുരുവായൂരപ്പ വിഷ്ണു, ദുർവാരം തടയാൻ കഴിയാത്തതും, ദ്വാദശാരം 12 ആരക്കാലുകളോടു കൂടിയതും, ത്രിശതപരിമിളത് ഷഷ്ടിപർവാഭിവീതം 360 മുനകളുള്ളതും, ക്രൂരവേഗം കടുത്ത വേഗത്തോടു കൂടിയതും, സംഭ്രാമ്യത് ചുറ്റുന്നതും, ക്ഷണമനു അനുനിമിഷം, ജഗത് ലോകത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ, ആച്ഛിദ്യ മാറ്റിയിട്ട്, സന്ധാവമാനം ഓടുന്നതുമായ തേ അങ്ങയുടെ കാലരൂപം കാലരൂപത്തിലുള്ള ചക്രം ചക്രം, ത്വത്പദൈകാവലംബം അങ്ങയുടെ പാദങ്ങൾ മാത്രം ആശ്രയമായിട്ടുള്ളതുമായ, മാം എന്നെ, നതു വ്യഥയതു വേദനിപ്പിക്കരുത്, സർവാമയൗഖാത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, പാഹി എന്നെ രക്ഷിച്ചാലും. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിളത് ഷഷ്ടി പർവാഭിവീതം. ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സംഭ്രാമ്യത് ഭ്ര എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ക്രൂരവേഗം ക്ഷണം ക്ഷ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അനുജഗത് ആച്ഛിദ്യ ഛി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സന്ധാവമാനം ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ചക്രം തേ കാലരൂപം വ്യഥയതു ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ന തു മാം ത്വത്
പദൈകാവലംബം വിഷ്ണു കാരുണ്യസിന്ധോ. ന്ധോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിഷ്ണു അവിടെ നിന്ന് നിർത്താം. കാരുണ്യസിന്ധോ അവിടെ ഒന്ന് നിർത്താം. പവനപുരപതേ അവിടെയും നിർത്താം. പാഹി സർവ അമയൗഖാത് ചേർത്ത് ചൊല്ലുമ്പം സർവാമയൗഖാത്. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിള ഷഷ്ടിപർവാഭിവീതം സംഭ്രാമ്യത് ക്രൂരവേഗം ക്ഷണമനുജഗദാച്ഛിദ്യ സന്ധാവമാനം ചക്രം തേ കാലരൂപം വ്യഥയതു നതു മാം ത്വത്പദൈകാവലംബം വിഷ്ണു കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഖാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.